ഈ സിനിമയുടെ അതിൻ്റെ വിൽപ്പന സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ OTT സൈഡ്, ഡിജിറ്റൽ സൈഡ്, അതിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട് നിലവിൽ എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥ ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ടോ മലയാള സിനിമ? രഞ്ജൻ പ്രഭു എന്നുള്ള സംവിധായകൻ, എഴുത്തുകാരൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഭയങ്കര പ്രതിസന്ധിയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ 4 ഹീറോസും ഉണ്ട്, 400 ഡയറക്ടേഴ്സും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ആവശ്യത്തിനുള്ള ആക്ടേഴ്സ്, മാർക്കറ്റബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല നമുക്ക്. ഡയറക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൊല്ലത്തിലൊരു സിനിമയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആക്ടേഴ്സ് അവൈലബിൾ ആയിട്ട് വേണ്ടേ? എല്ലാവരും തിരക്കുകളാണ്, എല്ലാം എണ്ണം കുറവാണല്ലോ ആക്ടേഴ്സിൻ്റെ. അതാണ് ഒന്നൊരു വലിയൊരു കാര്യമുള്ളത്. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള പുതിയ ഡയറക്ടേഴ്സ് വരികയാണ്. പുതിയ ഡയറക്ടേഴ്സ് ഭയങ്കര മിടുക്കന്മാർ. അവർ വളരെ ചെറിയ, അവർക്ക് കാശൊന്നും ഇല്ലാതെ, അവർ കഷ്ടപ്പെട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്ന്, ഒരു ബ്രേക്കല്ലേ അവരെ സംബന്ധിച്ചോളം, അവർ എത്ര കഷ്ടപ്പെടാനും റെഡിയാണ്. അങ്ങനെ ഇരുന്ന് കാശൊന്നും വാങ്ങിക്കാതെ അവർ വളരെ ചെറിയ ബഡ്ജറ്റിൽ നല്ല ഗംഭീര സിനിമകൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വിചാരിക്കുക, 3 കോടി രൂപയ്ക്ക് എനിക്ക് ഈ പടം കിട്ടി, പിന്നെ എനിക്ക് എന്തിനാ നിൻ്റെ 10 കോടീൻ്റെ പടം എന്നുള്ളതാണ് മറ്റേ ചോദിക്കുന്നത്. ഫലത്തിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ടെക്നീഷ്യൻസിനും ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കാൻ സിനിമയിലില്ല പ്രൊഡ്യൂസർമാരുടെ അടുത്ത്. കാരണം ഇതൊരു മാർക്കറ്റില്ല. അപ്പോൾ നാളെ നീ സിനിമയിലേക്ക് വരുമ്പോഴല്ല, നമ്മുടെ മക്കൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അവരോട് ഇതൊരു പ്രൊഫഷനാണ്, നീ തിരഞ്ഞെടുക്കുക, ഇതിൽ വരുമാനം, ജീവിതമാർഗ്ഗം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവരുടെ അവസ്ഥയും ഭയങ്കര മോശമാണ്. നമ്മുടെ മലയാള സിനിമയിലുള്ള ഏത് ഡയറക്ടർ എടുത്തോ എല്ലാവരുടെ അവസ്ഥയും മോശമാണ്. ഇങ്ങനെ നന്നായി നിൽക്കുന്ന ആരുമില്ല.